ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തി 6 മാസം പിന്നിടുമ്പോൾ ഇരു രാഷ്ട്രങ്ങളും ഇറാനെതിരെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് സമീപകാല സൂചനകൾ വിരൽ ചൂണ്ടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാനെതിരെ ആക്രമണം നടത്തുന്ന കാര്യവും ചർച്ച ചെയ്തേക്കും. ഇറാൻ വീണ്ടും ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന ആശങ്കയിൽ ഇറാനെ അതിൽ നിന്ന് തടയുന്നതിന് യുദ്ധം അനിവാര്യമാണ് എന്ന വാദം ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലും അമേരിക്കയും യൂറോപ്പും കോപ്പുകൂട്ടുന്നതായി ഇറാൻ പ്രസിഡന്റും സ്ഥിരീകരിച്ചു. അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധമുനമ്പിൽ നിൽക്കുകയാണ്. 2 വർഷം നീണ്ടുനിന്ന ഇസ്രായേലിന്റെ പലസ്തീൻ അധിനിവേശ യുദ്ധം, അതിന്റെ കെടുതികൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. ഒപ്പം ഇപ്പോഴും അവിടെ യുദ്ധഭീതി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇറാനിൽ അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ അതിന്റെ ഭവിഷ്യത്ത് അമേരിക്കയും ഇസ്രായേലും അനുഭവിക്കേണ്ടി വരുമെന്ന് ഇറാൻ ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പലസ്തീൻ യുദ്ധം പോലെയോ മറ്റോ ആയിരിക്കില്ല ഇറാനെ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചാൽ സംഭവിക്കുക എന്ന ആശങ്ക ശക്തമാണ്. 2015 ആണവ പദ്ധതി പൊളിച്ച് ഇറാൻ വീണ്ടും ആണവായുധം വികസിപ്പിക്കുകയാണ് എന്ന് ആരോപിച്ചാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കാൻ മുൻകൈയെടുക്കുന്നത്. നേരത്തെ സെപ്റ്റംബറിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളായ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും നടത്തിയ ഇടപെടലിൽ UN ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതിനു മുൻപ് ജൂണിലാണ് അമേരിക്കയും ഇസ്രായേലും 12 ദിവസം നീളുന്ന ആക്രമണം ഇറാനിൽ നടത്തിയത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കടക്കം സാരമായ കേടുപാട് സംഭവിക്കുകയും ആണവ ശാസ്ത്രജ്ഞർ അടക്കം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് യൂറോപ്പും അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സമ്പൂർണ്ണ യുദ്ധം നടത്തുകയാണ് എന്നാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. ഇറാഖ് 1980 നടത്തിയതിനേക്കാൾ മോശമായ, അതിലും സങ്കീർണവും പ്രയാസമേറിയതുമായ യുദ്ധമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രാജ്യത്തിനെതിരെ നടത്തുന്നത് എന്നാണ് പെസഷ്കിയാൻ കുറ്റപ്പെടുത്തുന്നത്. അതേസമയം ഏതെങ്കിലും രീതിയിൽ ഇറാനെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നും പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ സൈന്യം കരുത്തരാണ് എന്നും ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ ആയുധങ്ങളുടെ കാര്യത്തിലും ആൾബലത്തിന്റെ കാര്യത്തിലും സൈന്യം ശക്തരാണ് എന്നും പെസഷ്കിയാൻ വ്യക്തമാക്കുന്നു. അതിനാൽ തങ്ങളെ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇക്കാര്യത്തിൽ ഇസ്രായേലിനും ആശങ്കയുണ്ട്. ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന തിരിച്ചടി നേരിടാൻ സാധിക്കില്ല എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ അമേരിക്കയുടെ സഹായം തേടുന്നത്. ഇറാൻ അമേരിക്കയെ കൂടി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയാൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുമെന്ന് നെതന്യാഹു കണക്കുകൂട്ടുന്നുണ്ട്. നെതന്യാഹുവിന്റെ കണക്കുകൂട്ടൽ ഏറെക്കുറെ ശരിയുമാണ്. ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വികസിപ്പിക്കുന്നതിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ട്. ഇക്കാര്യം ട്രംപിനെ അറിയിക്കുകയും ഇറാനെ ആക്രമിക്കാൻ തയ്യാറാവുകയുമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. US-ഉം ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷം നടന്ന് 6 മാസത്തിനൊടുവിലാണ് പുതിയ സംഭവ വികാസങ്ങൾ എന്നത് ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ ജൂണിലാണ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവ കേന്ദ്രങ്ങൾക്കും നേരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിനെതിരെ ഇറാനും ശക്തമായി തന്നെ ഇസ്രായേലിൽ തിരിച്ചടിച്ചു. ഇതിന് പിന്നാലെയാണ് 12 ദിവസം നീണ്ട സംഘർഷം തുടങ്ങിയത്. ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങളിലും ജനവാസ മേഖലകളിലും അടക്കം ഇസ്രായേൽ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ 1000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായി ഇറാൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. പകരമായി ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ഡ്രോൺ ആക്രമണം ഇസ്രായേലിന്റെ ജനവാസ കേന്ദ്രങ്ങൾക്കപ്പുറം പ്രതിരോധ സംവിധാനത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതായിരുന്നു. വൈകാതെ ഇസ്രായേലിനൊപ്പം പങ്കുചേർന്ന് അമേരിക്കയും ഇറാനെ ആക്രമിച്ചു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ US ബോംബാക്രമണം നടത്തി. ഇതിന് പിന്നാലെ രാജ്യത്തെ സാമ്പത്തികമായി തളർത്താനും ആഗോള വിപണിയിലെ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് അധിക ഉപരോധങ്ങളും ഏർപ്പെടുത്തുകയുണ്ടായി. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നിവരുടെ ഇടപെടലിൽ UN ഏർപ്പെടുത്തിയ ഉപരോധം ഇതിന്റെ ഭാഗമാണ്. 1980-88 കാലഘട്ടത്തിൽ നടന്ന ഇറാൻ യുദ്ധത്തേക്കാൾ മാരകമായിരിക്കും ഇനിയൊരു ആക്രമണം നടന്നാൽ സംഭവിക്കുക എന്നാണ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാഖുമായി നടന്ന യുദ്ധത്തിൽ ഇരുവശത്തുമായി 10 ലക്ഷത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇതിനെ അപേക്ഷിച്ച് ഇറാനെതിരായ പടിഞ്ഞാറിന്റെ യുദ്ധമാണ് കൂടുതൽ സങ്കീർണവും ദുഷ്കരവുമാവുക എന്നാണ് പെസഷ്കിയാന്റെ മുന്നറിയിപ്പ്. യുദ്ധം അനിവാര്യമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് പെസഷ്കിയാന്റെ വാക്കുകൾ നൽകുന്ന സൂചന. ജൂണിലെ 12 ദിവസത്തെ വ്യോമാക്രമണത്തിനിടെ ഇറാനിൽ ഇസ്രായേലും US-ഉം നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ 1100ഓളം ഇറാനികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ പ്രതികാര മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ 28 പേരും കൊല്ലപ്പെട്ടു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളവും ആക്രമിച്ചു. ഇറാന്റെ തിരിച്ചടി കൂടി ഉണ്ടായതോടെ 12 ദിവസങ്ങൾക്ക് ശേഷം പൊടുന്നിനെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തികളിലൊന്നാണ് ഇറാൻ എന്ന കാര്യം ഇസ്രായേലും അമേരിക്കയും അടക്കം എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തെ ഏറ്റവും അധികം യുറേനിയം സംഭരണമുള്ളതും ഇറാനിലാണ്.
അതുകൊണ്ടാണ് ജൂണിൽ ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ തകർന്ന വ്യോമ കേന്ദ്രങ്ങളും മിസൈൽ സംവിധാനങ്ങളും ഇറാൻ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഇസ്രായേലിന് ആശങ്ക ആരംഭിച്ചത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ഇസ്രായേൽ കടുത്ത ജാഗ്രതയിലായി. അങ്ങനെയാണ് നെതന്യാഹു ട്രംപിനെ കാണാൻ അനുവാദം തേടിയതും ഇറാൻ വിഷയം ചർച്ച ചെയ്യാൻ അമേരിക്കയിൽ എത്തിയതും. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വ്യാപന പദ്ധതികൾക്കെതിരെ എടുക്കേണ്ട നടപടിയെപ്പറ്റി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സംസാരിക്കുമെന്നാണ് വിവരം.